നമ്പലാവിടെ പലക്കമാണ് ഫാത്തിമ ബീവിയുടെ വായിൽ വന്നരെ രണ്ടാമത്തെ ചുംബനം കൊടുത്തിട്ടു ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് 70ഓളം ചുംബനം കൊടുത്തു. 70ഓളം ചുംബനം കൊടുക്കുമ്പോഴത്തേക്കോ അലിയാർ തങ്ങളുടെ മുഖത്തിലങ്ങ് സന്തോഷം കൊണ്ടിട്ടു ചിരിക്ക പൊട്ടിപ്പോയിട്ട് അലിയാർ തങ്ങള് ചിരി വന്നു പോയിട്ട് സന്തോഷത്താലുള്ള ചിരി. അലിയാർ തങ്ങൾ ചിരിച്ചിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അപ്പൊ സമാധാനിത്ത എന്റെ ഭർത്താവ് എന്റെ ബേജാറ് പോയിട്ട് അലിയാർ തങ്ങളുടെ മാഫ് കേട്ട് അലിയാർ തങ്ങൾ ക്ഷമിച്ചിട്ട് പിറ്റാണ്ട് അല്ലാഹുവിന്റെ റസൂല് ഹദറത്തുക്ക് വന്നിട്ട് ഫാത്തിമ ബീവി ചൊല്ലി അല്ലാഹുവിന്റെ റസൂലേ അലിയാർ തങ്ങളുടെ മനസ്സുക്ക് നൊമ്പലാവിടെ ഒരു പലക നിന്റെ ബായിൽ വന്നല്ലേ അല്ലാഹു നിന്റെ നാല് ശിക്ഷിക്കാല നബിയേ ലോകത്തിന്റെ നേതാവ് ചൊല്ലുടെ ഫാത്തിമ അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ ബീവിയെ വിളിച്ചു ചൊല്ലോടോ ഫാത്തിമ നിന്റെ ബായിലെ അലിയാർ തങ്ങളെ നിന്റെ ഭർത്താവരെ മനസ്സിലെ നൊമ്പലാകട ഒരു പലക വന്നു പോയില്ലേ നിന്റെ ഭർത്താവരെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് നിന്റെ ഭർത്താവിടെ നീ പുറത്തപ്പെടിക്കേക്ക് മുന്നല്ലോ നീ എങ്കാലും മരണപ്പെട്ടു പോയെങ്കിൽ വല്ലാഹി വല്ലാഹി നിന്റെ മയ്യത്ത് നിസ്കാരം പോലും ഞാൻ നിസ്കരിക്കാനാന്ത ഫാത്തിമ ലോകത്തിന്റെ നേതാവ് ഫാത്തിമ ബീവിയുടെ ചൊന്ന പലക്കമാണ് നിന്റെ ഭർത്താവരെ മനസ്സിനെ നൊമ്പലാക്കിയിട്ട് നീ നമീത് വഫാത്തായി പോയെങ്കിൽ വല്ലാഹി വല്ലാഹി നിന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കാനാന്ത് എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ ഫാത്തിമ പെണ്ണുടെ ഇബാദത്തിൽ വെച്ചിട്ട് ഒരു പെണ്ണിന്റെ ഭാര്യയായ മംഗലായ പെണ്ണ് ഭർത്താവുള്ള പെണ്ണിടെ ഇബാദത്തിൽ വെച്ച് ഏറ്റവും ഹൈറായ ഇബാദത്ത് നിരകൊണ്ടുണ്ട ഈ ത്വാഅത്തു സൗജി ഭർത്താവ് അനുസരിക്കലാൻ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലോടോ ഫാത്തിമ നീനെ മനസ്സിലാക്കണോ ഒരു പെണ്ണ് മറിയം ബീവിയെ പോലെ ഇബാദത്ത് എടുത്തതെങ്കിലും മറിയം ബീവിയുടെ പോലെ നിരന്തരം ഇബാദത്തിലായിട്ട് അല്ലാഹുമായി സമീപനം നേടിയ പെണ്ണാണെങ്കിലും ആ പെണ്ണ് ഇബാദത്തുകാർത്തിയായ പെണ്ണ് അവളുടെ ഭർത്താവിന്റെ മനസ്സിലെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പലകമുണ്ടെങ്കിൽ അതുവരേക്കും ചെയ്ത ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കാല ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കാലാൻ അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീബിയുടെ ചൊല്ലി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ റാദിൻ അൻഹാ ദഖലത്തിൽ ജന്ന ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുമ്പോഴത്തുകോ മംഗലായിട്ട് ഭർത്താവുള്ള പെണ്ണ് മരിക്കുമ്പോഴത്തുകോ അവളുടെ ഭർത്താവ് അവളുടെ സമ്പൂർണമായ പിരിസം തൃപ്തി ഉണ്ടെങ്കിൽ ആ പെണ്ണ് സ്വർഗത്തെ കടന്നിട്ടായി പോയി. ഭർത്താവരോട്ടെ നല്ല തിരുസവുള്ള പെണ്ണാൻ ആ പെണ്ണ് മീത്ത് മരിക്കുമ്പോഴത്തുകു പെണ്ണിടെ മാപ്പിളായ ആള് ആ മാപ്പിളക്ക് അവളുടെ നല്ല പിരിസം നല്ല സംതൃപ്തി മാത്രം ഇന്ന് അവളുടെ ബേജാറും ദുഃഖവും നൊമ്പലൊന്നും ഇല്ല അർസല പകയിൽ എന്തും ഇല്ല അവളുടെ നല്ല പൊരുത്തത്തോടുകൂടി ജീവിച്ച പെണ്ണാണെങ്കിൽ ആ പെണ്ണ് ഭർത്താവിടെ പൊരുത്തത്തോടുകൂടി ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ മരണപ്പെട്ടു പോയെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു ആ പെണ്ണുക്ക് സ്വർഗം നിർബന്ധമായി പോയിട്ട് ആ പെണ്ണ് സ്വർഗത്തേക്ക് കടന്നിട്ടായി പോയിട്ട് അത്രക്കും ഉറപ്പാണ്. അപ്പൊ ഭർത്താവ് അനുസരിക്കലേ ചൊല്ലത് ദാമ്പത്യ ജീവനത്തില് ഭർത്താവ് അനുസരിക്കലേ ചൊല്ലത് ചെറിയ വിഷയമല്ല. എത്ര തോളാ ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഒരു ഭർത്താവായ മനുഷ്യൻ ഒരാണ് ഒരു പെണ്ണിന്റെ ഭർത്താവ് ആ ഭർത്താവ് പെണ്ണിന്റെ ശാരീരിക ബന്ധത്തിന് മീത്ത് വിളിക്കുമ്പോഴത്തുകു ആ പെണ്ണിന്റെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴത്തുകു ആ ശാരീരിക ബന്ധത്തിന് സുഖം കൊടുക്കുന്നത് വേണ്ടി പെണ്ണിടെ വിളിക്കുമ്പോഴത്തുകു ആ പെണ്ണ് മീത്ത് വിസമ്മതിച്ചെങ്കിൽ ഭർത്താവുമായി സഹകരിച്ചില്ലെങ്കിൽ ദൂരെ കിടന്നെങ്കിൽ സുബ്ഹി വരേക്കും അല്ലാഹുവിന്റെ മലക്കുകളെ ശാപം ആ പെണ്ണ് കൊണ്ടുണ്ട്. എത്ര വലിയ വിഷയമാണ് ഭർത്താവുക്ക് സുഖം കൊടുക്കാണ്ട് തിരിഞ്ഞു കിടന്നെങ്കിൽ ഒരു പെണ്ണ് ആ പെണ്ണ് 4 സുബൈ സൂര്യൻ ഉദിക്കിടത് വരേക്കും അല്ലാഹുവിന്റെ മലക്കുകളെ ശാപം മുഴുവനുമുണ്ടോ. ചെറിയ വിഷയമാണ് ഭർത്താവിടെ മനസ്സൊക്കെ വേദനിപ്പിക്കുന്ന ചെറിയ വിഷയമാണ്. ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ഉമ്മു സുലൈമ ബീബി റളിയല്ലാഹു അൻഹായിൽ നിന്ന് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കുറുക്കിടാവായി പോയിട്ട് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഏത് സമയത്തിൽ എവിടെ പോയി പറമ്പത്തും ഒന്നാമത് ഭാര്യയുടെ വിളിച്ച് കേക്കടെ നന്റെ കിടാവ് എങ്ങനുണ്ടോ
ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഏത് സമയത്തും വന്ന് കിടാവിടെ കേൾക്കണമെങ്കിൽ ഒരു നാള് വന്ന് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഉമ്മു സലീമ ബീവി റളിയല്ലാഹു അൻഹാരൊട്ടിಗೆ കിടാവിടെ കേൾക്കുമ്പോൾ സുഖയില്ലാതെ കിടാവാണ് ചെറിയ ഒരു അസുഖമിന്ത് ആ കിടാവിടെ വന്ന് കേൾക്കുമ്പോൾ ഉമ്മു സലീമ ബീവി റളിയല്ലാഹു അൻഹാ ചൊല്ലോട് ഇന്നലെ വരേക്കും ഉണ്ടായ അവസ്ഥയുണ്ടല്ലേ നിങ്ങളെ കിടാവ് ഇന്നലെ വരേക്കും ഉണ്ടായ അവസ്ഥയുണ്ടല്ലേ ആ അവസ്ഥക്കാണ് ഹൈറായ നിലക്കാൻ നല്ല ഹൈറായ നിലക്കാൻ നിങ്ങളെ കിടാവില്ലേ സുബ്ഹാനല്ലാഹ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഔതുക ബണ്ടെതിരെ കാണുന്നല്ലോ ഉമ്മു സലീമ ബീവിൽ നിന്ന് ജനിച്ച കിടാവ് വഫാത്തായിട്ടിന്ത് കിടാവ് മരിച്ചു പോയിട്ടിന്ത് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുടെ കിടാവ് മരിച്ചു പോയിട്ടിന്ത് ത്വൽഹത്ത് എവിടെകാ അപ്പുറത്ത് പോയിട്ടിന്ത് പെഞ്ഞായി ചൊല്ലു ഉമ്മു സലീമ ബീവി ചൊല്ലു കുടുംബത്തെ എല്ലാ ആളുമാരെ വിളിച്ചു ചൊല്ലു ലാ തുഹദ്ദിസൂ ത്വൽഹത്ത് ബിബ്നിഹി ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഔതുക മടങ്ങി വരുമ്പോഴത്തേക്കു ബഞ്ഞ സാത്തുക കിടാവ് മരിച്ച വിഷയം ചൊല്ലണ്ട ഭർത്താവ് വന്നു നൂലമ്പ ചൊല്ലണ്ട ഏതുവരേക്കും ചൊല്ലണു തീരാ ചൊന്നെങ്കിൽ നിന്റെ സ്വന്തം കിടാവാണ് മരണപ്പെട്ടു പോയിരെ നാളെ നിന്റെ ഭർത്താവ് ചൊല്ലുടത് വരേക്കും നിങ്ങൾ ഒരാളും ചൊല്ലണു തീരാ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുടെ പെഞ്ഞായി ചൊല്ലു ഉമ്മു സലീമ ബീവി ഏത് പെണ്ണുകാണ് സഹോദരി സദിക്കടെ ഏത് പെണ്ണുകാണ് സഹോദരി സ്വന്തം കിടാവ് മരിച്ച വിഷയ ഭർത്താവിനൊട്ടിಗೆ ചൊല്ലാണ്ടിക്കൊണക്ക് സാധ്യവുള്ളേ ഉമ്മു സലീമ ബീവി റളിയല്ലാഹു അൻഹാ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഔതുക കടന്നു വന്നിട്ട് കിടാവിടെ കേൾക്കുമ്പോൾ ചൊല്ലോടോ നല്ല റാഹത്തിലാൻ ആ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കുളിച്ചിട്ടെല്ലാം ഫ്രഷ് ആയിട്ട് ചന്ത കുളിച്ചിട്ടും ചന്ത ശരീരമെല്ലാം വൃത്തിയായാൽ പിന്നെ ഉമ്മു സലീമ ബീവി റളിയല്ലാഹു അൻഹാ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു നല്ല നിലക്ക് ഭക്ഷണമെല്ലാം വിളമ്പി കൊടുത്തു എല്ലാം തിന്നിട്ട് പള്ള നിറച്ചൽ പിന്നെ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുടെ മുന്നിൽ ഉമ്മു സലീമ ബീവി റളിയല്ലാഹു അൻഹാ എല്ലാ ബംഗാറും ധരിച്ചിട്ട് ചന്ത ചമഞ്ഞിട്ട് എതിര് വന്ന് നിന്നെത്തി ഉമ്മു സലീമ ബീവി റളിയല്ലാഹു അൻഹാ എല്ലാ ബംഗാറും ധരിച്ചിട്ട് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുടെ എതിരിൽ വന്ന് നിന്നെത്തി അല്ലേ പെണ്ണുകുള്ള ബംഗാരെന്ത് കാണും സ്വർണ്ണമാർക്ക് വേണ്ടിയാൻ മങ്ങിലാമ്പോ 40 പവൻ 50 പവൻ സ്വർണം ഇട്ടു കൊടുത്തു ആർക്ക് വേണ്ടിയാണ് സഹോദരി നിന്റെ സ്വർണം നിന്റെ ഭർത്താവ് കണ്ടാസ്വദിക്കണു നിന്റെ ഭർത്താവിനെ മുന്നിലോ ആ സ്വർണമെല്ലാം ധരിച്ചിട്ട് നിന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കണുക അതല്ലാണ്ട് ബിരുന്തുക പോണുക മാത്രം സീമിതമല്ല ബിരുന്തുക പോയാൾ വന്നാൽ എല്ലാം അതിന് ചന്ത കോട്ടറഞ്ചിൽ വെച്ചാലും ഭർത്താവ് ഗൊന്തയിൽ എന്തെല്ലാം ബംഗാറുണ്ടോ ഒക്കെ ഗൊന്താക്കണും പേടി പിറ്റാണ്ടും പണമിക്കോ കേട്ടെങ്കിൽ അതല്ല ബംഗാറ് സ്വർണ്ണമുള്ള എല്ലാ സൗന്ദര്യവും ഭർത്താവുക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതാണ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുടെ പെഞ്ഞായി എല്ലാ ബംഗാറും ഇട്ടിട്ട് ഇന്നലെ വരേക്കും ചമഞ്ഞി നിന്റെ കാണാൻ യാറെ ചന്തത്തില് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുടെ മുന്നിൽ ചമഞ്ഞി നിന്റെ ഈ സൗന്ദര്യം കാണുമ്പോഴത്തേക്കു ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സദിച്ചില്ല പിടിച്ചിട്ട് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ശാരീരിക സുഖം അനുഭവിച്ചിട്ട് ശാരീരിക സുഖമെല്ലാം അനുഭവിച്ചാൽ പിന്നെ അവസാനം ഉമ്മു സലീമ ബീവി റളിയല്ലാഹു അൻഹ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുടെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു